മധ്യപൂർവേഷ്യയിൽ സംഘർഷത്തിൽ താറുമാറായി കിടക്കാണ് വ്യോമഗതാഗതം. കരിപ്പൂരിൽ നിന്ന് 40 സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട 19 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് ഇന്ന് 58 പ്രത്യേക വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. സംഘർഷത്തിന്റെ 5ാം ദിനവും വ്യോമഗതാഗത മേഖലയിൽ ആശങ്ക തുടരുകയാണ്. പ്രതിസന്ധി നേരിടാൻ UAE-യിലെ ഫുജേറിൽ നിന്ന് കൊച്ചിയിലേക്കുൾപ്പെടെ 8 പ്രത്യേക വിമാനങ്ങൾ സ്പൈസ് ജെറ്റ് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 8:50-നാണ് കൊച്ചിയിലേക്കുള്ള വിമാനം. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് 58 വിമാന സർവീസുകൾ ഉണ്ടാകും. നിയന്ത്രിത വ്യോമാതിർത്തി ഒഴിവാക്കിയാണ് സർവീസുകൾ നടത്തുന്നത്. അതിനിടെ UAE-യിലെ ഫുജേറിൽ കുടുങ്ങിയ യാത്രക്കാർ നെടുമ്പാശ്ശേരിയിൽ തിരിച്ചെത്തി. അക്ബർ ട്രാവൽസ് ഒരുക്കിയ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് 186 യാത്രക്കാർ എത്തിയത്. UAE-യിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നും ആശങ്ക വേണ്ടെന്നും യാത്രക്കാർ പറഞ്ഞു. ഇപ്പോൾ സിറ്റുവേഷനൊക്കെ കൺട്രോളാണ്. പക്ഷേ ഇടയ്ക്കും തലയ്ക്ക് ഓരോ സമയത്ത് ഒരു ഡ്രോൺസ് ഫ്ലൈ ആവുന്നുണ്ട്. ആ ഡ്രോൺസിനെ ഇവരൊക്കെ മുകളിൽ തന്നെ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ പാടത്തിന് കുറച്ച് അവിടെ ഒരു ഓയിലിൻ്റെ ഒരു ഫാക്ടറി ബുദ്ധിമുട്ടായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽസ് അവിടുത്തെ എണ്ണ നല്ല സപ്പോർട്ടീവ് ചെയ്യുന്നു. സംഘർഷത്തെ തുടർന്ന് അബുദാബിയിൽ കുടുങ്ങിയ നടി സ്വാസികയും കൊച്ചിയിലെത്തി. അതിങ്ങനെ നമുക്ക് കാണാം, അതിങ്ങനെ മിസൈലുകൾ പോകുന്നതും ഡ്രോണ്. പക്ഷേ അവര് UAE ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആരും അങ്ങനെ പാനിക് ആയിട്ടില്ല ഇതുവരെ. നമ്മളെ പോലെ സ്റ്റക്കായി നിൽക്കുന്നവരും ഈ ഒരു ഫുജേറ എന്നുള്ളൊരു സ്പെഷ്യൽ ഫ്ലൈറ്റ് വന്നതുകൊണ്ട് അത് നന്നായി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8 വിമാനങ്ങൾ സർവീസ് നടത്തി. തിരിച്ച് 6 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിലെത്തി. കൂടുതൽ വിമാനങ്ങളും മസ്കറ്റിൽ നിന്നാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട 19 വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് 40 സർവീസുകൾ റദ്ദാക്കി. അതേസമയം റിയാദ്, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും അവിടേക്ക് തിരിച്ചുമുള്ള സർവീസുകൾ നടന്നു. മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ, റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ് എന്നിവയാണ് സർവീസ് നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.